ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. പതിതസ്കലിതശ്ചാർത്തക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർമുച്യതേ സർവപാദകാത്. ഈ വിധം സങ്കീർത്തിതനായി ശ്രവണാനുഭാവനായി അച്ഛിന്നനായിടും ശ്രീഹരി പുരുഷാന്തഃകരണത്തിൽ പ്രവേശിച്ചു. സൂര്യൻ തമസ്സിനെ എന്നതോ പോലെയും വങ്കാറ്റുമേഘങ്ങളെ എന്ന മട്ടിലും സങ്കടമാകെ നശിപ്പിച്ചിടുന്നിതേ. സങ്കീർത്യമാനോ ഭഗവാനനന്ദഃ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിദുനോത്യശേഷം യഥാ തമർഖോ ഭ്രമിവാദിവാദഃ. ഈ വിധം സങ്കീർത്തിതനായി ശ്രവണാനുഭാവനായി അച്ഛിന്നനായിടും ശ്രീഹരി പുരുഷാന്തഃകരണത്തിൽ പ്രവേശിച്ചു. സൂര്യൻ തമസ്സിനെ എന്നതോ പോലെയും വങ്കാറ്റുമേഘങ്ങളെ എന്ന മട്ടിലും സങ്കടമാകെ നശിപ്പിച്ചിടുന്നിതേ. മൃഷാഗിരസ്താഹ്യസതീരസത്കഥാ നഗത്യതേ യദ്ഭഗവാനദോക്ഷജഃ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത്ഗുണോദയം. ഏതൊന്നിലുൾപ്പെട്ടിടുന്നതില്ലിന്ദ്രിയാതീതനായിടും ഭഗവാന്റെ ലീലകൾ. ഏതൊന്ന സജ്ജന വർണ്ണനാപൂർണമാണോതിടാം കള്ളക്കഥ യഥാപാർത്ഥമായി. ഏതോ ചരിതം ഭഗവത് ഗുണഗണോപേതമായി പ്രശോഭിക്കുന്നു പാരിതിൽ. ആയതത്രേ സത്യമായതൂ താൻ ശുഭമായതൂ തന്നെയാം പുണ്യമാം മാമുനേ. തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകയശോനുഗീയതേ. ഉത്തമശ്ലോകയശസ്സു നിരന്തരം കീർത്തിച്ചിടുന്നൊരാ സത്കൃതി തന്നെയാം മാനവ ദുഃഖാബ്ദി ശുഷ്കമാക്കുന്നതും മാനസത്തിനു മഹോത്സവവും മുനേ. ന തദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗത്പവിത്രം പ്രഗൃണീത കർഹിചേത് തദ്വാംക്ഷതീർത്ഥം ന തു ഹംസസേവിതം യത്രാച്യുതസ്തസ്ത്ര ഹി സാധവോ മലാഃ. ചിത്രപദമൊത്ത വാക്കെങ്കിലും ജഗച്ഛുദ്ധിതമാം ഹരി കീർത്തിയെ നല്ല പോൽ വാഴ്ത്താത്തതെങ്കിൽ കൃതി കേവലം കാകതീർത്ഥമത്രേ ഹംസസേവിതമായിടാ. ഏതൊന്നിലുണ്ടോ ഭഗവാൻ രമാപതി സാധുജനങ്ങളും കാണുമതിൽ സദാ. സവാഗ്വിസർഗോ ജനദാഗസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യഭി നാമാന്യനന്ദസ്യ യശോങ്കിതാനി യശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. ഏറെ പിഴകളുണ്ടെങ്കിലും ശ്ലോകങ്ങൾ തോറും ഭഗവദ്യ ശബ്ദോദകങ്ങളാം നാമങ്ങൾ ചേരുകീലകൃതി സജ്ജനം മാമുനെ കേട്ടിടും പാടും പുകഴ്ത്തിടും. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വതഭദ്രമീശ്വരേ ന ഹ്യർപ്പിതം കർമ്മ യഥപ്യനുത്തമം. നൈഷ്കർമ്മ്യമായി വിഷയങ്ങളോടു സംസർഗമറ്റുള്ളതാം ജ്ഞാനമാണെങ്കിലും അച്യുത ഭക്തി വിഹീനമെന്നാലതു നിശ്ചയം വേണ്ട വിധത്തിൽ വിളങ്ങിടാ. അത്യുത്തമമായ കർമ്മമെന്നാകിലും നിത്യമധീശനിലർപ്പിച്ചിടകിലോ ഏറ്റവും അഭദ്രമാണെന്നുള്ള സംഗതി പ്രത്യേകമോദേണ്ടതുണ്ടോ മുനീശ്വര. യശശ്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു
അവിസ്മൃതി ശ്രീധരപാദപദ്മയോः ഗുണാനുവാദശ്രവണാദിഭിർഹരേः. വർണ്ണാശ്രമോചിതാചാരങ്ങളും തപസ്സന്യൂന ശാസ്ത്രാധ്യയനമിത്യാദിയാൽ നശ്വര സമ്പത്തു കീർത്തിയും മാത്രമേ വിശ്വത്തിലാർക്കും ലഭിച്ചിടൂ നിശ്ചയം. ചിത്പുരുഷ ഗുണ കീർത്തനാകർണനം തത്പാദപത്മസ്മൃതി നിലനിർത്തിടും. അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോः ക്ഷീണോത്യഭദ്രാണി ശ്രമം തനോതി ച. സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം. ശ്രീപദീ പാദാംബുജസ്മരണം സർവപാപാവഹവും ശമദവും തന്നെയാം. ഉൾക്കാമ്പു സംശുദ്ധമാക്കും പരമാത്മഭക്തിയും വിജ്ഞാന വൈരാഗ്യയുക്തമാം ജ്ഞാനവും താനേയതു ചേർക്കുമാർക്കുമോരോരമതീനില്ല ശൗനക മാമുനേ. യൂയം ദ്വിജാഗ്ര്യാപദ ഭൂരിഭാഗ യച്ഛശ്വദാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാ ഭജതാ വിവേശ്യ. ഉത്തമാവിപ്രരാം നിങ്ങളെല്ലാവരും മർത്യരിൽ വെച്ചു മഹാഭാഗ്യശാലികൾ. സർവാത്മഭൂതനായ ആരാധനീയനായി സർവത്തിനും കാരണനായ ദേവനായി ദേവനായീശനായിടും മുകുന്ദനെ ഹേ വിപ്രരെ ഹൃത്തിലാക്കി ഭജിക്കുവിൻ. അഹം ച സംസ്മാരിതാത്മതത്വം ശ്രുതം പുരാ മേ പരമർഷിവക്ത്രാത് പ്രായോ ഭവേശേ നൃപദേ പരീക്ഷിതഃ സദസ്യു ക്ഷീണാം മഹതാം ച ശൃണ്വതാം. എപ്പോഴും വാഴ്ത്തേണ്ടതാം മഹത്കർമ്മങ്ങൾ ഉൾപ്പെട്ടതായി അഭദ്രങ്ങൾ ഒഴിപ്പതാം ശ്രീവാസുദേവ മഹിമാനമീ വിധം ഹേ വിപ്രരെ നിങ്ങളോടു കഥിച്ചു ഞാൻ. ഏതദ്വക്കഥിതം വിപ്ര കഥനീയോരു കർമ്മണഃ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം. എപ്പോഴും വാഴ്ത്തേണ്ടതാം മഹത്കർമ്മങ്ങൾ ഉൾപ്പെട്ടതായി അഭദ്രങ്ങൾ ഒഴിപ്പതാം ശ്രീവാസുദേവ മഹിമാനമീ വിധം ഹേ വിപ്രരെ നിങ്ങളോടു കഥിച്ചു ഞാൻ. യേവം ശ്രാവയേ നിത്യം യാമക്ഷണമനന്യദീഹി ശ്രദ്ധാവാൻ യോനു ശൃണുയാത് പുനാത്യാത്മാനമേവ സഹ. ഏവമനന്യധിയായതീ ശ്രദ്ധയോടേവനിതെന്നുമോ യാമമോ മാത്രയോ കേൾക്കയോ കേൾപ്പിക്കയോ ചെയ്യുമായവർ തർക്കമില്ലാത്മാവിനെ ശുദ്ധമാക്കിടും. ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വന്യായുഷ്യവാൻ ഭവേത് പഠദ്യനശ്നൻ പ്രയതസ്ത്യതോ ഭവത്യപാദകീ. ഏകാദശിയിലോ ദ്വാദശി നാളിലോ ഏകാന്തമായിതു കേൾക്കുന്ന മാനുഷൻ ദീർഘായുഷ്മാനാമശിപ്പതിൻ മുന്നമേ ഭക്ത്യാ പഠിപ്പോൻ ദുരിത വിമുക്തനാം. പുഷ്കരേ മഥുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉബോഷ സംഹിതാമേധാം പഠിത്വാമുച്യതേ ഭയാത്. പുഷ്കരവും ദ്വാരകയും മധുരയും ബുക്കുപവാസത്തോടെ ഏകാഗ്രചിത്തനായി ഈ സംഹിതയെ ശരിയായി പഠിക്കുവോൻ സംസാരഭീതിയിൽ നിന്നു മോചിച്ചിടും. ദേവതാ മുനയഃ സിദ്ധാഃ പിതരോ മനവോ നൃപാഃ യച്ഛന്തി കാമാൻ ഗൃണതഃ ശൃണ്വതോ യസ്യ കീർത്തനാത്. ഭാഗവത കഥ ചൊല്ലുന്നവരിലും ഏകാഗ്രതയോടു കേൾക്കുന്നവരിലും സിദ്ധപിതൃമനോഭൂപർ ഋഷികളും മർത്യരും തുഷ്ടരായേകൂമഭീപ്സിതം. ഋജോ യജുംഷി സാമാനി ദ്വിജോദീത്യാനുവിന്ധതേ മധുക്കുല്യാ ഘൃതഃ കുല്യാഃ പയഃ കുല്യാശ്ച തത്ഫലം.
ഋക്കും യജുസ്സുമസാമഭൂമാം വേദസൂക്തങ്ങളാൽ ദ്വിജന്മാർക്കു കൈവന്നിടും. മഞ്ജുളമാം മധുകുല്യ ഹൃദകുല്യ രഞ്ജിതമാം പയകുല്യയുമായിടും. സത്ഫലം ഭാഗവത സംഹിതാധിക തത്പരന്മാർക്കും ലഭിച്ചിടും നിർണയം. പുരാണസംഹിതാമേധാമതീഥ്യ പ്രയതോ ദ്വിജഃ പ്രോക്തം ഭഗവതായേത്തു തത്പദം പരമം വ്രജേത്. വിപ്രണീതൈകാഗ്രമായി പഠിച്ചെത്തുന്നീത ഭഗവത് പ്രോക്തമാം പരമം പദം. വിപ്രോദിത്യാപ്നുയാത് പ്രജ്ഞാം രാജന്യോദധി മേഖലാം വൈശ്യോ നിബദിതത്വം ച ശൂദ്രശുദ്ധ്യേത പാദകാത്. ബ്രാഹ്മണൻ ഭാഗവതാധ്യയനത്തിനാൽ ബ്രഹ്മസാക്ഷാത്കാര യോഗ്യനായി തീർന്നിടും. ക്ഷത്രിയൻ അബ്ദി കാഞ്ചീധരക്കീശനാം, ശൂദ്രൻ വിശുദ്ധനാം, വൈശ്യൻ ധനേശനാം. കലിമല സംഹതി കാലനോഖിലേശോ ഹരിരിതിരത്ര ന ഖീയദേഹ്യഭീഷ്ണം ഇഹ തു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാ പ്രസംഗൈഃ. ദോഷം കലീകൃതം ധ്വംസിച്ചിടും അഖിലേശൻ ഹരിയെ ഇതര ശാസ്ത്രങ്ങളിൽ എപ്പോഴും കീർത്തിച്ചിടുന്നില്ല നിശ്ചയം. ഇപ്രബന്ധത്തിൽ കഥാപ്രസംഗങ്ങളാൽ ഓരോ പദത്തിലും സർവസ്വരൂപനാം നാരായണനെ വർണ്ണിച്ചിരിക്കുന്നിതേ. തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം ദ്രുപദിഭിരജശക്രശങ്കരാദ്യൈർ ദുരവസിതസ്തവമച്യുതം നതോസ്മി. വിഷ്ടപം സൃഷ്ടിച്ചു കാത്തഴിച്ചിടുവാൻ പുഷ്ടബലം പൂണ്ട ജനായ നന്ദനായി നാൻമുഖ ശംഭു ചക്രാദി ദേവേശരും നന്മട്ടറിയാത്ത മാഹാത്മ്യമാർന്നിടും. ശുദ്ധാത്മതത്വമാം അച്യുതസ്വാമിയെ ഭൃത്യനാകും ഞാൻ നമസ്കരിക്കുന്നിതേ. ഉപചിതനവശക്തിഭിസ്വ ആത്മനി ഉപരിചിതസ്ഥിരജംഘമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സുരഋഷഭായ നമഃ സനാതനായ. മേൽക്കുമേൽ സമൃദ്ധിയാർന്നിടും 9 ശക്തികളാൽ സ്വസ്വരൂപമതിൽ തന്നെ താനേ ചരാചരം തീർത്തവയ്ക്കായി ചിത്രസ്ഥാനങ്ങളും വിരചിച്ചു വിളങ്ങിടും. ജ്ഞാനമാതാത്മസ്വരൂപനായി നിത്യനാം വാനവാധീശ്വരനായി നമസ്കൃതി. സ്വസുഖനിഭൃതചേതാസ്തദ്ഭുതസ്ഥാന്യഭാവോപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തധീയം വ്യതനുദകൃപയായസ്തത്വധീപം പുരാണം തമഖില വ്യജിനഗ്നം വ്യാസസൂനും നതോസ്മി. സ്വാനന്ദപൂർണനായ അന്യവിചാരങ്ങൾ താനേയുപേക്ഷിച്ചവനെന്നിരിക്കലും ശ്രീകാന്തമോഹനലീലാവിധങ്ങളാൽ ആകൃഷ്ടചിത്തനായി രോമാഞ്ചയുക്തനായി കാരുണ്യവായ്പിനാൽ സർവജഗദുഃഖഹാരകമായി തത്വദീപമായി മിന്നിടും. ഭാസുരം ഭാഗവതം വിസ്തരിച്ചൊരാ വ്യാസാത്മജനായി നമസ്കരിക്കുന്നു ഞാൻ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.